ശാന്തിനഗറിലെ പട്ടയ പ്രശ്നം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി തോട്ടത്തിൽ രവീന്ദ്രൻ MLA, ജില്ലാ കളക്ടർ സ്നേഹിൽകുമാർ സിംഗ് എന്നിവർ പ്രദേശം സന്ദർശിച്ചു. പട്ടയ അസംബ്ലിയിൽ കോഴിക്കോട് താലൂക്കിലെ പുതിയങ്ങാടി വില്ലേജിലുള്ള ശാന്തിനഗറിൽ താമസിക്കുന്ന 330ഓളം കുടുംബങ്ങളുടെ പട്ടയ പ്രശ്നങ്ങൾ റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. തുടർന്ന് പ്രശ്ന പരിഹാരത്തിന് സർക്കാർ അനുമതി നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു സന്ദർശനം. റവന്യൂ ഉദ്യോഗസ്ഥരുടെയും ജില്ലാ കളക്ടറുടെ ഇന്റേൺസിന്റെയും നേതൃത്വത്തിൽ ഓരോ കൈവശക്കാരുടെയും രേഖകൾ പരിശോധിച്ച് പട്ടയം നൽകുന്നതിനുള്ള വിവരശേഖരണമാണ് നടക്കുന്നത്. പുതിയങ്ങാടിയിൽ ടൗൺ സർവേ ഫീൽഡുകളിലും അതിനോട് ചേർന്ന് കിടക്കുന്ന സർവേ ചെയ്യാത്ത കടൽ പുറമ്പോക്ക് ഭൂമികളിലുമായി 1988 മുതൽ 2010 വരെയുള്ള വർഷങ്ങളിൽ നിരവധി കുടുംബങ്ങൾക്ക് സർക്കാർ ഭൂമി പതിച്ചു നൽകിയിരുന്നു. ഇതിൽ 214 കുടുംബങ്ങൾക്ക് ഹൗസിംഗ് ബോർഡ് വഴി വീടുകൾ നിർമ്മിച്ചു നൽകുകയും ചെയ്തു. കൃത്യമായ പരിശോധനകളിലൂടെയല്ലാതെ വീടുകൾ നിർമ്മിച്ചതിനാൽ പട്ടയ പ്രശ്നങ്ങൾ നേരിടുകയാണ് മിക്ക കുടുംബങ്ങളും. കടൽഭിത്തി നിർമ്മിച്ചതിന് 50 മീറ്റർ ചുറ്റളവിൽ ഉള്ളവരുടെ വീടുകൾ കടൽക്ഷോഭ ഭീഷണിയും നേരിടുന്നുണ്ട്. ഇതിന് ശാശ്വത പരിഹാരം കാണുന്നതിനുള്ള വിവരശേഖരണം കൂടിയാണ് നടന്നുവരുന്നത്. LR ഡെപ്യൂട്ടി കളക്ടർ PN പുരുഷോത്തമൻ, കോഴിക്കോട് തഹസിൽദാർ പ്രേംലാൽ, ഡെപ്യൂട്ടി തഹസിൽദാർമാരായ ജയരാജ്, ശ്രീജിത്ത്, ദിനേശൻ, വില്ലേജ് ഓഫീസർ ദീപ്തി വാസുദേവൻ, റവന്യൂ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു.